ഫൈസല്, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് ചൂരൽമലയുടെ മുണ്ടക്കൈയുടെയൊക്കെ പോളിംഗ് എങ്ങനെയുണ്ടായിരുന്നു എന്നാണ് ആദ്യമേ അറിയേണ്ടത്. കാരണം ആ ദുരന്തത്തിന് ശേഷം വരുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടിയാണ് അവരെ സംബന്ധിച്ച്. അവിടുത്തെ പോളിംഗ് എങ്ങനെയായിരുന്നു, എവിടെയാണ് നിൽക്കുന്നത്, ഇപ്പോഴും ബൂത്തുകളിൽ ക്യൂ ഉണ്ടെന്നാണോ, പെർസെന്റേജ് എങ്ങനെയാണ്? വയനാട്ടിൽ ഇപ്പോൾ ക്യൂ അത്തരത്തിലുള്ള ഒന്നും തന്നെ കാണുന്നില്ല. ഏകദേശം പോളിംഗ് എല്ലാം പൂർത്തിയായിട്ടുണ്ട്. അവസാനത്തെ ഒരു കണക്ക് വരുമ്പോൾ ജില്ലയിൽ 76.99 എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിധിയെഴുത്ത് തന്നെയായിരിക്കും, അല്ലെ സർക്കാരിന്റെ ഒരു സമീപനം എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു വിധിയെഴുത്ത് തന്നെയായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ വയനാട്ടിൽ 79% ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ 3% ഒരു കുറവാണ് വോട്ട് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്പസമയം കൂടി കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു ഫിഗർ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. മുനിസിപ്പാലിറ്റികളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലാണ്. 77.42% ഇവിടുത്തെ വോട്ടിംഗ് ശതമാനം. അത് കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി, അത് പിന്നെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ 75.94 എന്നുള്ളതാണ് കണക്ക്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ 4 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് വയനാട്ടിലുള്ളത്. മാനന്തവാടി ബ്ലോക്ക് 76.59, സുൽത്താൻ ബത്തേരി ബ്ലോക്ക് 77.38, കൽപ്പറ്റ ബ്ലോക്ക് 78.74, പനമരം ബ്ലോക്ക് 73.15 എന്നുള്ളതാണ് നിലവിലെ പോളിംഗ് ശതമാനം നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇനി പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള പോളിംഗ് ശതമാനങ്ങൾ അല്ലെങ്കിൽ എത്രത്തോളം വോട്ടുകൾ രേഖപ്പെടുത്തി എന്നുള്ള കാര്യത്തിന്റെ ഒരു കണക്കൊക്കെ നമുക്ക് വരേണ്ടതുണ്ട്. 4,98,395 ആളുകളാണ് ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 6 ലക്ഷത്തിലധികം വോട്ടർമാരാണ് വയനാട്ടിൽ ഉണ്ടായിരുന്നത്. എന്തായാലും അല്പസമയത്തിനകം പൂർണ്ണമായിട്ടുള്ള ഒരു കണക്ക് കിട്ടുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വോട്ടിംഗ് ശതമാനം കൂടി കൃത്യമായിട്ടുള്ള ഒരു ഫിഗർ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അല്പസമയത്തിന് തന്നെ അതും വരുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തന്നെയാണ്.